السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസറിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, ചര്യ എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയെ പറ്റി. അടുത്ത ഫസ്ൽ ഈ കിതാബിൽ പറയുന്നത് ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഈദൈൻ. രണ്ട് ഈദുകളിൽ അഥവാ പെരുന്നാൾ ദിനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയ് അഥവാ മാതൃക, രീതികൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. ഈ കിതാബിൻ്റെ രീതിയിൽ ആദ്യം നിസ്കാരത്തെ പറ്റി പറഞ്ഞു, റവാത്തിബ് സുന്നത്തുകൾ പറഞ്ഞു, രാത്രി നിസ്കാരം പറഞ്ഞു, യൗമുൽ ജുമുഅ പറഞ്ഞു. അതിനുശേഷം യൗമുൽ ജുമുഅ നമുക്കറിയാം, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. ഈദുൽ ഉസ്ബൂ എന്നാണ് അതിനെപ്പറ്റി പറയാറ്. 3 ഈദുകളാണ് ഒരു മുസ്ലിമിനുള്ളത്. 2 ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, പിന്നെ ആഴ്ചയിലുള്ള ഈദാണ് ജുമുഅ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇജ്തിമാഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ അതിനുശേഷം മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹത്തായിട്ടുള്ള ദിവസങ്ങളാണ് ഈദിൻ്റെ ദിനങ്ങൾ എന്ന് പറയുന്നത്, 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഈദിൻ്റെ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്, അതുപോലെ അവിടുത്തെ ഈദിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആ വിഷയത്തിൽ എന്താണ് എന്നുള്ളത്. ഒരു ദർസിൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കേട്ടു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞ ഒരു അനുഭവം പറയാം. അദ്ദേഹം അറിവില്ലാത്തൊരു കാലത്ത് അദ്ദേഹം ഒരു നാട്ടിൽ താമസിച്ചിരുന്നു. ആ നാട്ടിൽ പൊതുവേ മുസ്ലിങ്ങൾക്ക് എന്തില്ല, തീരെ അറിവില്ലാത്ത ആളുകളാണ്. അങ്ങനെ ധാരാളം നാടുകളുണ്ട്. ലോകത്തിൻ്റെ പല നാടുകളിൽ ശരിക്കും നിസ്കരിക്കുക എങ്ങനെയാണ് വുളു എടുക്കേണ്ടത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പഠിപ്പിക്കുന്നത് നടക്കാത്ത ധാരാളം നാടുകളുണ്ട്. അങ്ങനെ നാട്ടിൽ അദ്ദേഹത്തിനും അറിവില്ലാത്തൊരു കാലത്ത് അദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹമാണ് കുറച്ച് ദീനിയായിട്ടുള്ളൊരു കോലത്തിലുള്ള ഒരാൾ, ദീനിൻ്റെ ഒരു ഷിയാറുകളൊക്കെ അടയാളമുള്ളത്. അത് നാട്ടിൽ ഗ്രഹണം സംഭവിച്ചു. അപ്പോൾ ഗ്രഹണ നിസ്കാരം ഉണ്ട് ആൾക്കാർക്ക് അറിയാം. അങ്ങനെ അവർ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആരാണ് ഇമാമ് നിൽക്കുക എന്നുള്ളതിൽ ചർച്ചയായി. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഇമാമുള്ള ആളില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ ആളെ പിടിച്ചിട്ട് അവിടെ എന്തായി, ഇമാമാക്കി നിർത്തി. ഇയാൾക്കാണെങ്കിൽ എങ്ങനെ ഗ്രഹണസ്കാരം നിസ്കരിക്കാമെന്ന് അറിയില്ല. അങ്ങനെ ഇയാൾ ഇമാമ് നിന്ന് നിസ്കാരം തുടങ്ങിയപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, പെരുന്നാൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാച്ചിട്ട് തക്ബീറുകൾ ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ 7 തവണ തക്ബീർ പറഞ്ഞു കേട്ടപ്പോൾ പിന്നൊരാൾ പറഞ്ഞു ഹാദാ ഈദുന, ഇത് നമ്മുടെ ഈദാണ് എന്ന് പറഞ്ഞു. അതായത് അത്രയും അറിവില്ലാതെ ദീനിൻ്റെ ചെറിയ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്ത നാടുകൾ ഇന്നുണ്ട്. അപ്പോൾ ദീന് പഠിക്കലും ഇത് ആവർത്തിച്ച് പറയലും കേൾക്കലും മനസ്സിലാക്കലും ഇതെല്ലാം നമുക്ക് കൂടുതൽ അറിവ് നൽകുന്നതും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉപകരിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊരു ചെറിയ ഇൽമിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, വില കുറഞ്ഞ് കാണരുത്. ഇനി ഈദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകാന യുസല്ലി അൽ ഈദൈനി ഫിൽ മുസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഈദുകളും നിസ്കരിച്ചിരുന്നത് മുസല്ലയിൽ വെച്ചായിരുന്നു. 2 ഈദുകൾ എന്ന് പറഞ്ഞാൽ 2 മഹത്തായ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ദീനിൽ 2 ഈദുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് റമളാനിലെ ഒരു മാസത്തെ നോമ്പിന് ശേഷം ഷവ്വാൽ 1 ഈദുൽ ഫിത്തർ,
രണ്ട്, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഹാജിമാർ ദുൽഹിജ്ജ 10 ആ കർമ്മങ്ങളിൽ മുഴുകുന്ന ആ സമയത്ത് ബാക്കിയുള്ള ആളുകൾ ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹ എന്നീ 2 ഈദുകളാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഘോഷങ്ങളായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഈ രണ്ടിലും നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സന്തോഷവും ആസ്വാദനവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ്. അതാണ് അവൻ ഏറ്റവും സന്തോഷമേകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ 2 ഈദുകൾക്കും നിസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരം നിർവഹിച്ചിരുന്നത് മുസല്ലയിൽ വെച്ചായിരുന്നു. മുസല്ല എന്ന് പറഞ്ഞാൽ മസ്ജിദിന് പുറത്ത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തിരുന്നത്? കാരണം ഈദ് എന്നുള്ളത് ഇസ്ലാമിന്റെ ഷിആറുകൾ, അടയാളങ്ങൾപ്പെട്ട കാര്യമാണ്. മറ്റുള്ള ആളുകൾ കാണേണ്ട ഇസ്ലാമിന്റെ ആ ഇജ്ജത്തിനെ കാണേണ്ട, അള്ളാഹുവിനെ ആരാധിക്കുന്നത് കാണേണ്ട, തക്ബീറുകൾ കേൾക്കേണ്ട, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കാണേണ്ട ഒരു ദിവസമാണ് ഈദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നിസ്കരിക്കാറുണ്ടായിരുന്നത്, മുസല്ലയിൽ വെച്ച്. وهو الذي على باب المدينة الشرقي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഈദ് നിസ്കരിച്ചിരുന്ന സ്ഥലം എന്നുള്ളത് മദീനയുടെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു പ്രദേശത്താണ് നിസ്കരിച്ചിരുന്നത്. ഇന്ന് ആ ഭാഗത്ത് മസ്ജിദുൽ ഗമാമ എന്നൊരു മസ്ജിദ് ഉണ്ട്, ഒരു ചെറിയ മസ്ജിദ്, പിന്നെ കിഴക്ക് ഭാഗത്തായിട്ട്. ആ ഭാഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന് വേണ്ടി നിസ്കരിക്കാറുണ്ടായിരുന്ന സ്ഥലം ആ ഭാഗത്തായിരുന്നു. അല്ലദീ യൂദഉ ഫീഹി മഹ്മലുൽ ഹാജി. അന്ന് കാലത്ത് ഹാജിമാർ അവരുടെ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്തൊക്കെ അവരുടെ ചരക്കുകളൊക്കെ ഒരുമിച്ച് വെക്കാറുള്ള സ്ഥലമായിരുന്നു അത്. വലം യുസല്ലിൽ ഈദ ബിമസ്ജിദിഹി ഇല്ലാ മർറതൻ വാഹിദതൻ. ഒരു തവണയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ നിസ്കാരം മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചിട്ടില്ല. അസ്വാബഹും മത്തറുൻ. മഴ കാരണത്താൽ ഒരു സമയം, ഒരു വർഷം ഈദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് മസ്ജിദിലാണ്. അപ്പോൾ മുസല്ലയിലാണ് ഈദ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ചില കാരണങ്ങൾ, ഇപ്പോൾ ശക്തമായ മഴ അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ അവർക്ക് എന്ത് ചെയ്യാം, മസ്ജിദിൽ നിസ്കരിക്കാം. അപ്പം അതിന് ഒരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ എന്ത് ചെയ്തിട്ടുണ്ട്, മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇൻ സബത്തൽ ഹദീസ് വഹുവ ഫീ സുനനി അബി ദാവൂദ്. സുനൻ അബൂ ദാവൂദിലുള്ള ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വകാന യൽബസു അജ്മല സിയാബിഹി. ഈദിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നല്ല വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈദിന് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ടതാണ്, സുന്നത്താണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുതിയത് ധരിക്കാനല്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, പുതിയത് തന്നെ ധരിക്കണം എന്ന്. അങ്ങനെയല്ല, ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ളതും നല്ലതുമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. വയക്കുലു ഖബ്ല ഖുറൂജിഹി ഫി ഈദിൽ ഫിത്രി തമറാത്തിൻ. ഈദുൽ ഫിത്ർ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ്, മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഭക്ഷിക്കാറുണ്ട്, ഈത്തപ്പഴങ്ങൾ ഭക്ഷിക്കാറുണ്ട്. വയക്കുലുഹുന്ന വിത്രൻ. അത് ഒറ്റയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിക്കാറുണ്ടായിരുന്നത്. ഈത്തപ്പഴം ഭക്ഷിക്കാറുണ്ടായിരുന്നു. അത് 3, 5, 7 ഒറ്റ എണ്ണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നത്. തൗഹീദിന്റെ ഒരു അടയാളമായിട്ട് ചില കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിനെ പരിഗണിക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ച കാര്യങ്ങളിൽ നമുക്കും പരിഗണിക്കാം. അതല്ലാതെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഈ വിത്തറിനെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഷെയ്ഖ് ഉത്തൈമീൻ റഹിമഹുല്ലാഹ് പോലെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിട്ടുള്ള മേഖലയിൽ ആ വിത്തറിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈദുൽ ഫിത്റിന് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ഈത്തപ്പഴം ഒറ്റയായി ഭക്ഷിച്ചിരുന്നു. വഅമ്മാ ഫീ ഈദിൽ അദ്ഹാ ഫകാന ലാ യത്അമു ഹത്താ യർജിഅ മിനൽ മുസല്ല. എന്നാൽ ഈദുൽ അദ്ഹയിൽ, ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ലയിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല. മുസല്ലയിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ഭക്ഷിക്കാറില്ല. ഫയഅക്കുലു മിൻ ഉദ്ഹിയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബലി അറുത്തിട്ടുള്ള മൃഗത്തിൽ നിന്നാണ് ഭക്ഷിക്കാറുണ്ടായിരുന്നത്.
അപ്പോൾ ഈദുൽ അദ്ഹ ദിവസം നമ്മൾ ബലി അറുക്കുമ്പോൾ ആ ബലി അറുത്തിട്ടുള്ള മാംസം ഭക്ഷിക്കുക എന്നുള്ളത്, അത് ആദ്യം ഭക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അതിന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ വെച്ച് ഈദുൽ അദ്ഹയിൽ നിസ്കാരം കഴിഞ്ഞ് ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ എന്തിനെ കൊണ്ടുവരും? ആടിനെ കൊണ്ടുവരും. അവിടെ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അറുക്കാറുണ്ട്. എന്നിട്ട് അറുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ പാകം ചെയ്തിട്ട് ഭക്ഷിക്കൽ എളുപ്പത്തിലായിരിക്കും. പക്ഷെ നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ പല കാരണങ്ങളാൽ വൈകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുവരെ വിശന്ന് ബുദ്ധിമുട്ടിയിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ എളുപ്പത്തിൽ ലഭിക്കുമെന്നുണ്ടെങ്കിൽ അത് ഭക്ഷിക്കാവുന്നതാണ്, അല്ലാതെ ഭക്ഷിച്ചുകൊണ്ട് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം അല്ലാഹു തആല അതിൽ നിന്ന് ഭക്ഷിക്കാൻ പ്രത്യേകം കൽപ്പിച്ചിട്ടുമുണ്ട്. ഫകുലൂ മിൻഹ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. വകാന യഗ്തസിലു ലിൽഈദി ഇൻ സഹ വഫീഹി ഹദീസാൻ ളഈഫാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന്റെ ദിവസത്തിൽ കുളിക്കാറുണ്ടായിരുന്നു. ഈദിന് മുസല്ലയിൽ പോകുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടായിരുന്നു. അത് ഹദീസ് സഹീഹാണ് എങ്കിൽ, പക്ഷെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള 2 ഹദീസുകളും ളഈഫാണ്. അപ്പോൾ ഈദിന്റെ ദിവസം പ്രത്യേകം കുളിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന നിലയ്ക്ക് സ്ഥിരപ്പെട്ടിട്ട് ഹദീസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാർ അത് നല്ല കാര്യമാണ്, കാരണം വെള്ളിയാഴ്ചയിൽ ഹദീസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലാകിൻ ثبت عن ابن عمر رضي الله عنهما مع شدة اتباعه للسنة. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈദിന്റെ ദിവസം കുളിക്കാറുണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നതിന് എന്ത് പേരിലാ? മുത്തബിഉ സുന്ന എന്ന പേരിലാണ്. സുന്നത്തിനോട് അത്രയും കണിശത കാണിച്ചിരുന്ന ആളായിരുന്നു ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് അത് വന്നതുകൊണ്ടും പിന്നെ വെള്ളിയാഴ്ചയിൽ അത് പ്രത്യേകമായിട്ടുള്ള ഹദീസുകൾ വന്നതുകൊണ്ടും ഈദിന്റെ ദിവസം കുളിക്കൽ ഉലമാക്കൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് സുന്നത്താണ് എന്ന് പറയാൻ സ്ഥിരപ്പെട്ട ഹദീസുകളൊന്നും വന്നിട്ടില്ല. സുന്നത്താണ് എന്ന് പറയാൻ സ്ഥിരപ്പെട്ട ഹദീസുകൾ വന്നിട്ടില്ല. എന്നാൽ കുളിക്കൽ നല്ല ഒരു കാര്യമാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു മാഷിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത് നടന്നുകൊണ്ടായിരുന്നു. ഈദിന്റെ ദിവസം നടന്നുകൊണ്ട് മുസല്ലയിലേക്ക് പോവുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതിൽ ഉലമാക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഈദിന്റെ ദിവസം മറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇസ്ലാമിന്റെ ഈ ഷിആറിനെ കാണിക്കാൻ വേണ്ടി തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടാറുള്ളത്. നടന്നുകൊണ്ട് പോവുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ടാണ് പോകാറുണ്ടായിരുന്നത്. വൽ അനസതു തുഹ്മലു ബൈന യദൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ചെറിയ വടിയും ഉണ്ടാകാറുണ്ട്. ഒരു ചെറിയ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന്റെ മുസല്ലയിലേക്ക് പോകാറുള്ളത്. ആ വടി പിടിക്കുന്നതിന് ഒരു ആവശ്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈദാ വസല നുസിബത് ലിയുസല്ലിയ ഇലൈഹ. കാരണം മുസല്ലയിൽ എന്തുണ്ടാവൂല? അവിടെ പ്രത്യേകിച്ച് സുത്ര വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോ മുസല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ കയ്യിലുള്ള വടി തന്റെ മുമ്പിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടി വെക്കുകയും അതിനെ സുത്രയാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നത്. ഇമാമിന് സുത്ര ഉണ്ടെങ്കിൽ മഅ്മൂമിയങ്ങൾക്ക് വേറെ ആവശ്യമില്ല. സുത്രയുടെ ബാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് പ്രത്യേകിച്ച് മറ ലഭിക്കില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വടിയുമായിട്ടാണ് പോകാറുണ്ടായിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വടി നാട്ടുകയും അതിനെ സുത്രയായി വെച്ചിട്ടാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. ഫൈനൽ മുസല്ല ലം യകുൻ ഫീ ബിനാഉൻ. കാരണം അവിടെ മുസല്ലയിൽ എന്തുണ്ടാവൂല? കെട്ടിടങ്ങളോ ചുമരോ ഒന്നും ഉണ്ടാവില്ല മറയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. വകാന യുഅഖിറു സ്വലാത്ത ഈദുൽ ഫിത്രി വയുഅജ്ജിലുൽ അദ്ഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ ഫിത്ർ നിസ്കാരം കുറച്ച് വൈകിപ്പിക്കുകയും ഈദുൽ അദ്ഹ നിസ്കാരം പരമാവധി നേരത്തെ നിസ്കരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈദുൽ ഫിത്ർ നിസ്കാരം കുറച്ച് വൈകിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. ഈദുൽ അദ്ഹ കുറച്ച് നേരത്തെയാക്കാനും ശ്രമിക്കാറുണ്ട്. എന്തിനാണത്? കാരണം ഈദുൽ ഫിത്ർ വൈകിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം, ഈദുൽ ഫിത്റിൽ മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പ് എന്ത് കൊടുക്കണം? ഒരു മുസ്ലിം എന്ത് കൊടുക്കണം? സകാത്തുൽ ഫിത്ർ കൊടുത്തിരിക്കണം. അപ്പൊ ആളുകൾക്ക് അത് കൊടുക്കാനുള്ള സമയം ലഭിച്ചോട്ടെ എന്ന നിലക്ക് അത് കുറച്ച് വൈകിപ്പിക്കാറുണ്ട്. ഈദുൽ അദ്ഹ നേരത്തെയാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം വേണം എന്ത്? ഉളുഹിയത്ത് അറക്കാനും അതുമായ കാര്യങ്ങൾ ചെയ്യാനും സമയം വേണം. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് നേരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ട്. വകാന ഇബ്നു ഉമർ മഅ ശിദ്ദതി ഇത്തിബാഇഹി ലിസ്സുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുന്നത്തിനോടുള്ള കണിശമായ ഇത്തിബാഉ കൊണ്ട്,
വളരെയധികം ഇത്തിബാ ചെയ്തിരുന്ന ആളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന പ്രദേശത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇറങ്ങാറുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ യാത്രയിൽ ഇറങ്ങും. അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഏത് രീതിയിലാണോ നടന്നിരുന്നത് അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടക്കും. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ഇത്തിബാ ചെയ്തിരുന്ന ആളായിരുന്നു ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മറ്റുള്ള പല സ്വഹാബികളും ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പറയും അങ്ങനത്തെ കാര്യത്തിലൊന്നും ഇത്തിബാ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ആദിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ശീലമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയാറുണ്ടെങ്കിലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിലെല്ലാം കണിശത പുലർത്തിയിരുന്നു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കാരണത്താൽ ലാ യഖ്റുജു ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമാണ് മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോ ഈദിന്റെ ദിവസം മുസല്ലയിലേക്ക് പുറപ്പെടാൻ ഏറ്റവും നല്ലത് എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. വയുക്കബ്ബിറു മിൻ ബൈതിഹി ഇലൽ മുസല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മുസല്ലയിൽ എത്തുന്നത് വരെ എന്തു ചെയ്യാറുണ്ട്? തക്ബീർ മുഴക്കാറുണ്ട്. നമുക്ക് പെരുന്നാളിന് അറിയാം, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ടുള്ള തക്ബീർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ മുസല്ലയിൽ എത്തുന്നത് വരെ തക്ബീർ മുഴക്കാറുമുണ്ട്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് പുറപ്പെടുക എന്ന് പറയുമ്പോൾ ഒരിക്കലും മസ്ജിദിലേക്ക് വെള്ളിയാഴ്ച ജുമഅക്ക് നേരത്തെ എത്തുന്നതിന് പ്രതിഫലമുള്ള പോലെ ഈദിന്റെ മുസല്ലയിലേക്ക് നേരത്തെ എത്തുന്നതിന് എന്തില്ല? പ്രത്യേകിച്ച് ഒരു പ്രതിഫലമില്ല. ഈദിന്റെ മുസല്ലയിലേക്ക് എത്തേണ്ടത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഇറങ്ങുക എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള രീതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ആയതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്രയും കണിശമായി അത് പാലിച്ചിട്ടുള്ളത്. അപ്പൊ തബ്കീർ, നേരത്തെ എത്തുക എന്നുള്ളത് വെള്ളിയാഴ്ച ജുമയുടെ ദിവസം നമ്മൾ പറഞ്ഞു, നേരത്തെ എത്തുന്നതിന്റെ പ്രതിഫലം പറഞ്ഞു. എന്നാൽ അതുപോലെ ഈദിന്റെ ദിവസം നേരത്തെ എത്തുന്നതിനോ അല്ലെങ്കിൽ ആദ്യം എത്തുന്നതിനോ എന്തില്ല? പ്രത്യേകിച്ച് ഫദ്ലൊന്നും വന്നിട്ടില്ല. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൻതഹാ ഇലൽ മുസല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുസല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ അഖദ ഫിസ് സ്വലാത്തി, ആദ്യം എന്ത് ചെയ്യും? നിസ്കരിക്കും, നിസ്കാരം നിർവഹിക്കും. ബിഗൈരി അദാനിൻ വലാ ഇഖാമത്തിൻ, ബാങ്കോ ഇഖാമത്തോ കൊടുക്കാറില്ല. ബാക്കിയുള്ള നിസ്കാരങ്ങൾ പോലെ ഈദിന്റെ നിസ്കാരത്തിന് എന്തില്ല? ബാങ്കുമില്ല, ഇഖാമത്തുമില്ല. വലാ ഖൗലി അസ്സലാത്തു ജാമിഅത്തുൻ, നിസ്കാരം ദാ ഒരുങ്ങിയിരിക്കുന്നു, നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക എന്നുള്ള അർത്ഥത്തിൽ അസ്സലാത്തു ജാമിഅത്തുൻ എന്നുള്ള വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറില്ല. എന്നാൽ ഈ വാക്ക് ഗ്രഹണസ്കാരത്തിന്റെ സമയത്തോ അതുപോലെയുള്ള മസ്ജിദുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന നിസ്കാര സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? അസ്സലാത്തു ജാമിഅത്തുൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഈദിന്റെ നിസ്കാരത്തിൽ അങ്ങനെയും പറയാറില്ല. നേരെ മുസല്ലയിലേക്ക് വരുന്നു, നിസ്കാരം ആരംഭിക്കുന്നു. വലം യകുൻ ഹുവ വലാ അസ്ഹാബുഹു യുസല്ലൂന ഇദാ ഇൻതഹു ഇലൽ മുസല്ല ലാ ഖബ്ലഹാ വലാ ബഅദഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ സ്വഹാബികളോ ഈദിന്റെ മുസല്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്തുകളായിട്ടൊന്നും നിസ്കരിക്കാറില്ല. തഹിയ്യത്ത് മസ്ജിദിൽ നിസ്കരിക്കുന്നത് പോലെ ഈദിന് മുസല്ലയിൽ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നേരെ പോയി ഇരുന്നാൽ മതി, ഇമാമിനെ കാത്തിക്കുകയാണെങ്കിൽ ഇരുന്നാൽ മതി, ഇമാം വന്നിട്ട് നേരെ നിസ്കാരം ആരംഭിച്ചാൽ മതി. അവിടെ മുമ്പോ ശേഷമോ തഹിയ്യത്ത് പോലെ അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്തുകൾ പോലെ ഈദിന്റെ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ നിസ്കാരം ഉണ്ടായിട്ടില്ല, നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദഉ ബിസ്സലാത്തി ഖബ്ല അൽ ഖുത്ബത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന് ഖുത്ബയുടെ മുമ്പ് നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. ആദ്യം നിസ്കാരമാണ്, അതിനുശേഷമാണ് ഖുത്ബ. വെള്ളിയാഴ്ച ജുമഅക്ക് എങ്ങനെയാണ്? ആദ്യം ഖുത്ബയും രണ്ടാമത്തേതാണ് പിന്നീടാണ് നിസ്കാരമുള്ളത്. ഫയുസല്ലി റക്അത്തൈൻ, 2 റക്അത്താണ് ഈദിന്റെ നിസ്കാരം നിസ്കരിക്കാറുണ്ടായിരുന്നത്. യുകബ്ബിറു ഫിൽ ഊല സബ്അൻ മുതവാലിയത്തിൻ ബിതക്ബീറത്തിൽ ഇഹ്റാം, ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ തുടർച്ചയായി പറയാറുണ്ട്. 7 തക്ബീറുകൾ. ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമും അതിനുശേഷം 6 എണ്ണം തുടർച്ചയായിട്ട് തക്ബീറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. ബൈന കുല്ലി തക്ബീറത്തൈൻ സക്തതൻ യസീറതൻ, ഓരോ തക്ബീറിന്റെയും ഇടയിൽ ഒരു കുറഞ്ഞ സമയം, നിശബ്ദമായിട്ടുള്ള സമയം ഉണ്ടാകാറുണ്ട്. പല ആളുകൾക്കും സംഭവിക്കാറുള്ള, ഇമാമിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വിഷയം അറിയാത്തതുകൊണ്ടായിരിക്കാം, പെട്ടെന്ന് തക്ബീർ പറഞ്ഞു പോകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെയല്ല, കുറഞ്ഞ സമയം അവിടെ സമയം എടുത്തിട്ടാണ് അടുത്ത തക്ബീർ പറയേണ്ടത്. ചിലവന്മാർക്ക് പറഞ്ഞു ഒരായത്ത് ഓതുന്നതിന്റെ സമയം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റോ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഒരായത്ത് ഓതുന്ന സമയം നിശബ്ദത പാലിക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ടാണ്, കുറച്ചു നേരം നിശബ്ദമായതിനു ശേഷമാണ് അടുത്ത തക്ബീർ പറയേണ്ടത്.
വലം യുഹ്ഫദ് അൻഹു ദിക്റുൻ മുഅയ്യനുൻ ബൈന തക്ബീറാത്ത്. ഈ രണ്ട് തക്ബീറുകൾക്കിടയിൽ പ്രത്യേകമായി ഉള്ള ഒരു ദിക്റോ അല്ലെങ്കിൽ ഒരു ദുആഓ ചൊല്ലേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. വലാകിൻ ദുക്കിറ അൻ ഇബ്നു മസ്ഊദിൻ, എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം അന്നഹു ഖാല, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, യഹ്മദുല്ലാഹ് വയുസ്നി അലൈഹി വയുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അല്ലാഹുവിനെ ഹംദ് ചെയ്യുന്ന അൽഹംദുലില്ലാഹ് എന്നോ അല്ലെങ്കിൽ സനാ ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് എന്നോ അല്ലാഹു അക്ബർ എന്നോ ദിക്റുകൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നോ അങ്ങനെയുള്ള ദുആകൾ ദിക്റുകൾ എന്തെങ്കിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറയാം എന്ന് വന്നത് കാണാം. അപ്പോ ഒന്നും ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ കുറഞ്ഞ സമയത്ത് എന്തെങ്കിലും തസ്ബീഹുകളോ തഹ്മീദുകളോ തഹ്ലീലുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തോ എല്ലാം ചൊല്ലാവുന്നതാണ് എന്ന് കാണാം. സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, അവർ ചൊല്ലാറുണ്ടായിരുന്നു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ എന്ന് ചില സഹാബികളിൽ നിന്ന് അവർ ഇത് ചൊല്ലാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ സഹാബികൾ ചിലർ ചൊല്ലാറുണ്ടായിരുന്നു. وكان ابن عمر رضي الله عنهما يرفع يديه مع كل تكبيرة. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓരോ തക്ബീറത്തിനും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കൈകൾ ഉയർത്താറുണ്ടായിരുന്നു. ഇതിവിടെ ഈ വാക്ക് മാത്രം കൊടുക്കുമ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. മയ്യിത്ത് നിസ്കാരത്തിനാവട്ടെ, ജനാസയുടെ നിസ്കാരത്തിനാവട്ടെ, ഈദിന്റെ നിസ്കാരത്തിനാവട്ടെ, ഈ തക്ബീറുകളുടെ ഒന്നിൽ കൂടുതലുള്ള തക്ബീറുകളുടെ സമയത്ത് തക്ബീർ പറഞ്ഞാൽ മാത്രം മതിയോ അതോ കൈകൾ ഉയർത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചർച്ചയുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉയർത്തിയതായിട്ട് അതിന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എന്നാൽ തക്ബീറിനോടൊപ്പം കൈകൾ ഉയർത്തലുണ്ട് എന്നുകൊണ്ടാണ് ധാരാളം പണ്ഡിതന്മാർ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹാബിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ അത്രയും കണിശമായി പിൻപറ്റിയത് കൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഈ ഫിഅലുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ചർച്ചയുള്ള വിഷയങ്ങളിൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പരിഗണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ കൈകൾ ഉയർത്താവുന്നതാണ്. ഇനി ഒരാൾ കൈകൾ ഉയർത്താതെ തക്ബീർ ചൊല്ലിയാൽ എന്തല്ല, നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല. وكان صلى الله عليه وسلم إذا أتم التكبير أخذ في القراءة. അങ്ങനെ ഒന്നാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ 7 തവണ തക്ബീർ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പൂർത്തിയായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കും. പാരായണം ചെയ്യാൻ فقرأ في الأولى الفاتحة, ആദ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. ثم قاف, പിന്നെ സൂറത്തു ഖാഫോ. വഫി الثانية, രണ്ടാമത്തേതിൽ ഇഖ്തറബത്, പിന്നെ സൂറത്തുൽ ഖമറോ പാരായണം ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഒന്നാമത്തെ റക്അത്ത് സൂറത്തു ഖാഫ്, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഖമർ. വറുബ്ബമാ ഖറഅ ഫീഹിമ സബ്ബിഹി വൽ ഗാശിയ, എന്നാൽ ചില സമയങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുള്ളത് സൂറത്തുൽ അല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അല എന്നുള്ളതും സൂറത്തുൽ ഗാശിയയുമാണ്. വലം യസിഹ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു ദാലിക്, ഈ രണ്ട് ജോഡികളായിട്ടുള്ള സൂറത്തുകളല്ലാതെ ഒന്നെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാഫും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഖമറും, അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അലയും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഗാശിയയും. ഇതല്ലാതെ വേറൊരു സൂറത്ത് ഈദിന്റെ നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പോ നമ്മൾ ഏറ്റവും അധികം പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് മുറുകെ പിടിക്കാനാണ്. വേറെ ഏത് ഖുർആൻ ഓതിയാലും നിസ്കാരം സഹീഹാകും, പക്ഷേ സുന്നത്തിനോട് യോജിച്ചത് ഇതാണ്. ഇതിലേതെങ്കിലും സൂറത്തുകളാണ് ഓതേണ്ടത്. ഫഇദാ ഫറഗ മിനൽ ഖിറാഅത്തി കബ്ബറ വറകഅ, അങ്ങനെ ഖിറാഅത്ത് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുകൂഇലേക്ക് പോകും. സുമ്മ യുകബ്ബിറു ഫി الثانിയതി ഖംസൻ മുതവാലിയതൻ, പിന്നെ ആ റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിൽ 5 തവണ തക്ബീർ തുടർച്ചയായിട്ട് പറയും. സുമ്മ അഖദ ഫിൽ ഖിറാഅ, പിന്നെ ഖിറാഅത്ത് ചെയ്യും, ഖുർആൻ പാരായണം ചെയ്യും. ഫൈദൻ സറഫ, അങ്ങനെ നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ ഖാമ മുഖാബിലൻ നാസി,
ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കും. വഹും ജുലൂസുൻ അലാ സുഫൂഫിഹിം, ജനങ്ങളാണെങ്കിൽ സഹാബികളാണെങ്കിൽ സൊഫുകളിലായിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഫയഇദുഹും, അവരെ ഉപദേശിക്കും. വയഅ്മുറുഹും, അവരോട് കൽപ്പിക്കും. വയൻഹാഹും, അവരോട് കാര്യങ്ങൾ വിരോധിക്കും. അഥവാ കൽപ്പനകളും വിരോധനങ്ങളും അതുപോലെ സതുപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്താറുണ്ട്. അപ്പോൾ ഖുതുബകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വഅളാണ്. ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കലാണ്. അപ്പൊ ഏതൊരു ഖുതുബയാണെങ്കിലും അതിൽ വഅളുണ്ടായിരിക്കണം. ആളുകളോട് നസീഹത്തോടു കൂടി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന സ്വർഗം, നരകം, മരണം, പരലോകം അതുപോലുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാൾ ദിനത്തിലെ ഖുതുബയിൽ നിർവഹിക്കാറുണ്ട്. അതുപോലെ കൽപ്പനകൾ ഉണ്ടാവാറുണ്ട്, വിരോധനങ്ങൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വഇൻ കാന യുരീദു അൻ യഖ്തഅ ബഅസൻ ഖതഅഹു, ആ പെരുന്നാൾ നിസ്കാരത്തിൽ തന്നെ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരത്തിന് ശേഷം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ഏതെങ്കിലും സൈന്യത്തെ അയക്കേണ്ട കാര്യമുണ്ട് എങ്കിൽ അതിനിടയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിയോഗിച്ച് അയക്കാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൽപ്പിക്കണമെന്ന് ഉണ്ടെങ്കിൽ കൽപ്പിക്കാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന്റെ ഖുതുബയിൽ പ്രത്യേകം കൽപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സ്വതക്ക കൊടുക്കാൻ. സ്വതക്ക നൽകാൻ വേണ്ടി ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നന്മകൾ കൽപ്പിക്കാറുണ്ടായിരുന്നു. വലം യകുൻ ഹുനാലിക മിൻബറുൻ, എന്നാൽ ആ മുസല്ലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കാറുള്ളത് എന്തിന്റെ മേലെയല്ല? മിൻബറിന്റെ മേലെയല്ല. അവിടെ മിൻബർ ഉണ്ടായിരുന്നില്ല. വഇന്നമാ കാന യഖ്തുബു അലൽ അർദ്, ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസം ഖുതുബ നിർവഹിച്ചിരുന്നത്. മുസല്ലയിൽ വെച്ച് ഖുതുബ നിർവഹിച്ചിരുന്നത് മിമ്പറിന്റെ മേലെയല്ല. പെരുന്നാൾ ദിവസം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അത് ഭൂമിയിൽ നിന്നുകൊണ്ടായിരുന്നു. വഅമ്മാ ഖൗലുഹു ഫി ഹദീസിൻ ഫി സ്വഹീഹൈൻ, എന്നാൽ സ്വഹീഹൈൻ അഥവാ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള ഒരു വാക്ക് ثم نزل صلى الله عليه وسلم فأتى النساء, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരുടെ അടുക്കൽ ഖുതുബ നിർവഹിക്കുകയും അതിനുശേഷം ഇറങ്ങുകയും സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു എന്നുള്ളൊരു ഹദീസ് ഉണ്ട്. അവിടെ നസല എന്നുള്ള പദം വന്നു. നസല എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതിനാണ് നസല എന്നുള്ള പദം അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, അഥവാ ചില ആളുകൾക്കിടയിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ മുൻഗാമികൾക്കിടയിലുള്ള ചില ചർച്ചകൾ, ഫിഖ്ഹിയായ ചർച്ചകളിലാണ് അവിടെ മിമ്പർ വെക്കാൻ പറ്റൂല്ലേ എന്നുള്ളത്. അപ്പോ ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഇലാ ആഖിരിഹി ഫലഅല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു അലാ മകാനിൻ മുർതഫിഇൻ, ഇതൊരിക്കലും മിമ്പറിന്മേൽ കയറി എന്നുള്ളതിനെ അറിയിക്കുന്നതല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഉയർന്ന പ്രദേശത്ത് നിന്ന് ഇറങ്ങി എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ ഉയർന്ന പ്രദേശത്ത് നിന്നിരുന്നു, അതിന് ഇറങ്ങി എന്നുള്ളതാണ്. ഇവിടെ ഈ മിമ്പറിന്റെ കാര്യം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് പറയുന്നുണ്ട്, അഥവാ ബനൂ ഉമയ്യ പെട്ട ചില ഭരണാധികാരികൾ ഈദിന്റെ നിസ്കാരത്തിന് മുസല്ലയിലേക്ക് മദീനയിലെ മസ്ജിദ് നബവിയിൽ മിമ്പർ എടുത്ത് കൊണ്ടുവരാറുണ്ടായിരുന്നു. എന്നിട്ട് ആ മിമ്പറിന്റെ മേലെ നിന്നിട്ട് നിർവഹിക്കാറുണ്ട് ഖുതുബ. അപ്പൊ അന്ന് ജീവിച്ചിരുന്ന സ്വഹാബികൾ അവിടെ വെച്ച് തന്നെ ഇത് ശരിയല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഇൻകാർ ചെയ്ത സംഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയാനുള്ള കാരണം. അതാണ് ഇനി തുടർന്ന് പറയുന്നത്. വമ്മാ മിമ്പറുൽ മദീന, മദീനയിലെ മിമ്പർ എന്നുള്ളത് ഫഅവ്വലു മൻ അഖ്റജഹു മർവാൻ ഇബ്നുൽ ഹകം, ആദ്യമായി ഈദിന്റെ നിസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് ആ മിമ്പർ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചത് മർവാൻ ഇബ്നു ഹക്കമിന്റെ ഭരണകാലത്താണ്. അദ്ദേഹമാണ് അത് ആരംഭിച്ചത്. ഫഅൻകറ അലൈഹി, ആ വിഷയത്തിന്റെ മേലെ അദ്ദേഹത്തിനെ ഇൻകാർ ചെയ്തിട്ടുണ്ട്, അത് ശരിയല്ല എന്ന് അന്ന് ജീവിച്ചിരുന്ന സ്വഹാബികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫഅമ്മാ മിമ്പറുൽ ലബനി വത്തീൻ ഫഅവ്വലു മൻ ബനാഹു കസീർ ഇബ്നു സൽത്ത്, ഇന്ന് മസ്ജിദിൽ കാണുന്ന പോലത്തെ ഇഷ്ടിക കൊണ്ടും അതുപോലെ തന്നെ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മിമ്പർ ആദ്യമായി ഉണ്ടാക്കിയത് കസീർ ഇബ്നു സൽത്തിന്റെ കാലത്താണ്. ഫി ഇമാറത്തി മർവാൻ അൽ മദീന, മദീനയിൽ മർവാൻ ഭരിക്കുന്ന കാലത്ത്. വറഖസ, അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മിമ്പറിനെ പുറത്തു കൊണ്ടുവന്ന് മുസല്ലയിൽ കൊണ്ടുവച്ച് മിമ്പറിന്റെ മേലെ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ട കാര്യമല്ല. ഈദിന് മുസല്ലയിൽ വെച്ച് ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ് വറഖസ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ ഷഹിദൽ ഈദ അൻ യജ്ലിസ ലിൽ ഖുതുബതി വഅൻ യദ്ഹബ, ഈദിന്റെ ദിവസം നിസ്കാരത്തിന് ശേഷം ഖുതുബ നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തിട്ടുണ്ട്.
വേണമെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, പോവുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ആരംഭിക്കുമ്പോൾ തന്നെ പറയുമായിരുന്നു, ഞാനൊരു ഖുത്ബ നിർവഹിക്കാൻ പോവുകയാണ്, വേണ്ടവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് പോകാം, ആർക്കും എന്തില്ല, നിർബന്ധമായി ഇരിക്കണം എന്നുള്ള ഒരു ബാധ്യതയുമില്ല. പക്ഷെ ജുമഅക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല. ജുമഅക്ക് ഖുത്ബ പങ്കെടുക്കുക എന്നുള്ളതും ഖുത്ബ കേൾക്കുക എന്നുള്ളതും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ ഈദിന്റെ നിസ്കാരത്തിന് ഖുത്ബ അങ്ങനെയാണ്. വറഖസ ലഹും ഇദാ വഖഅൽ ഈദു യൗമൽ ജുമുഅത്തി അയജ്തസിഉ ബിസ്സലാത്തിൽ ഈദി അനിൽ ജുമുഅ. അതുപോലെ തന്നെ ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസമാണ് ഈദ് വരുന്നത് എങ്കിൽ ആ മഅ്മൂമീങ്ങളുടെ മേലെ റുഖ്സയുള്ള, ഇളവുള്ള കാര്യമാണ്. അവർക്ക് ഈദിന്റെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്ത് നിർവഹിക്കേണ്ട ആവശ്യമില്ല, ജുമുഅ അവരുടെ മേലെ നിർബന്ധമുള്ള കാര്യമല്ല. ജുമുഅ അവരുടെ മേലെ നിർബന്ധമുള്ള കാര്യമല്ല, മഅ്മൂമീങ്ങളുടെ മേലെ. അതൊരു മസ്അലയാണ്. മഅ്മൂമീങ്ങൾക്ക് ഇപ്പോൾ വെള്ളിയാഴ്ചയും ഈദും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈദിന്റെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ജുമുഅ പിന്നെ നിർവഹിക്കുക എന്നുള്ള അവരുടെ മേലെ നിർബന്ധ ബാധ്യതയില്ല. അവർ ളുഹർ നിസ്കരിച്ചാൽ മതിയാകും. എന്നാൽ മസ്ജിദിലെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഈദിന്റെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ വെള്ളിയാഴ്ച സമയത്ത് ഇമാമിനോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ട് എങ്കിൽ അവിടെ എന്ത് നിസ്കരിക്കണം, ജുമുഅ നിർവഹിക്കണം. ഇമാം ജുമുഅ നിർവഹിക്കണം. പക്ഷേ ആരുമില്ല എങ്കിൽ ഇമാമിന് എന്ത് നിസ്കരിച്ചാൽ മതി, ളുഹർ നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അപ്പോ ആളുകൾക്ക്, മഅ്മൂമികളെ സംബന്ധിച്ചിടത്തോളം ഈദിന്റെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ജുമുഅയുടെ നിർബന്ധിത ബാധ്യത അവരിൽ നിന്ന് ഒഴിവാകുന്നതാണ്. അവർക്ക് അത് നിർബന്ധമായിട്ടില്ല, അവർ ളുഹർ നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. പക്ഷെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിൽ വേറെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെയും കൂട്ടി ജുമുഅ നിർവഹിക്കുക എന്നുള്ളത് ഇമാമിന്റെ മേലെ നിർബന്ധ ബാധ്യതയാണ്. ഇനി ആരുമില്ല എങ്കിൽ, ജുമുഅ നിർവഹിക്കാൻ ആരുമില്ല എങ്കിൽ ഇമാം എന്ത് ചെയ്താൽ മതി, ളുഹർ നിസ്കരിച്ചാൽ മതിയാകും. വകാന യുഖാലിഫു ത്വരീഖ യൗമൽ ഈദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന്റെ ദിവസം രണ്ട് വഴികളിലൂടെയാണ് പോയും വന്നും ചെയ്തിരുന്നത്. അഥവാ മുസല്ലയിലേക്ക് പോകുന്നത് ഒരു വഴിയിലൂടെയും ആ മുസല്ലയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് മറ്റൊരു വഴിയിലൂടെയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ഷിആർ ആളുകളെ അറിയിക്കാൻ വേണ്ടി ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ വരാറുണ്ട്. അതല്ലെങ്കിൽ ഭൂമി നാളെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ വരാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. وروي أنه صلى الله عليه وسلم كان يكبر من صلاة الفجر يوم عرفة إلى العصر من آخر أيام التشريق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ അദ്ഹയിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് യൗമു അറഫയുടെ സ്വലാത്തുൽ ഫജ്ർ മുതൽ അയ്യാമു തശ്രീഖിന്റെ അഥവാ ദുൽഹിജ്ജ 13 അസ്ർ വരെ പ്രത്യേകമായി തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പിന്നെ ദുൽഹിജ്ജ മായി ബന്ധപ്പെട്ട് തക്ബീറുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് മുത്തലഖായിട്ടുള്ള തക്ബീർ. അത് ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാൾ വരെ ചൊല്ലേണ്ട മുത്തലഖായിട്ടുള്ള തക്ബീറാണ്. മുത്തലഖായി ചൊല്ലേണ്ട തക്ബീറുകൾ എപ്പോഴാണെങ്കിലും ചെല്ലാവുന്ന തക്ബീറുകളാണ്. മുഖയ്യദായിട്ടുള്ള തക്ബീറുകൾ എന്ന് പറഞ്ഞാൽ അറഫ ദിവസം ഫജ്ർ നിസ്കാരത്തിന് ശേഷം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസം അസ്ർ വരെ പ്രത്യേകമായിട്ടും തക്ബീറുകൾ ചൊല്ലിയിരുന്നു. വറുവിയ അന്നഹു കാന യുകബ്ബിറു അയ്യാമു തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലാറുള്ളത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന രൂപത്തിലാണ്. ഈ തക്ബീറിന്റെ വ്യത്യസ്ത രൂപങ്ങൾ വ്യത്യസ്ത സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 3 തവണ പറഞ്ഞിട്ടുണ്ട്, 2 തവണ പറഞ്ഞിട്ടൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ലാത്ത ശരിയായിട്ടുള്ള രൂപങ്ങൾ തന്നെയാണ്. ഈ രീതിയിലെല്ലാം തക്ബീറുകൾ പറയാറുണ്ടായിരുന്നു എന്നും കാണാം. പിന്നെ ഇതിൽ കൊടുത്തിട്ടില്ല, ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് തക്ബീർ മുഴക്കിയിരുന്നത് ഈദുൽ ഫിത്തറിന്റെ ഫജ്ർ മുതലായിരുന്നു എന്നുള്ളതും ചില സഹാബികൾ ചെയ്യാറുള്ള കാര്യമായിരുന്നു. അന്ന് ഫജ്ർ മുതലാണ് ഈദുൽ ഫിത്തറിന് തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നത്. തലേന്ന് മുതൽ തന്നെ ശവ്വാലായി എന്ന് അറിഞ്ഞ മുതൽ തന്നെ ചൊല്ലാവുന്നതാണ്. പക്ഷെ സഹാബികൾ ചെയ്തിരുന്നത് ഫജ്റിന് ശേഷമുള്ള സമയം മുതൽ മുസല്ലയിൽ എത്തുന്നത് വരെയാണ് തക്ബീർ ചൊല്ലിയിരുന്നത് എന്ന് സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഈദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ ഇവിടെ കഴിഞ്ഞു. അടുത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന ഫസ്ലുൻ ഫീ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലാത്തിൽ കുസൂഫി, ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്അലകൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ്. ഗ്രഹണ നിസ്കാരത്തിന് രണ്ട് തരത്തിൽ പേര് പറയും. ഒന്ന് കുസൂഫ് എന്ന് പറയും, ഒന്ന് ഖുസൂഫ് എന്ന് പറയും. കുസൂഫ് എന്ന് പറഞ്ഞാൽ സൂര്യന് ഗ്രഹണം ബാധിക്കുന്നതിനാണ് കുസൂഫ് എന്ന് പറയുന്നത്. ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്നതിനാണ് ഖുസൂഫ് എന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ടിനും കുസൂഫ് എന്നുള്ള ഒറ്റ പദത്തിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ രണ്ട് പദത്തിൽ, സൂര്യനാകുമ്പോൾ കുസൂഫ് എന്ന് പറയും, ചന്ദ്രനാണെങ്കിൽ ഖുസൂഫ് എന്ന് പറയും. ഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ അതിന്റെ പ്രകാശം മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ തടഞ്ഞു പോകുന്ന, അത് അതിന്റെ സാധാരണഗതിയിൽ അല്ലാത്ത രീതിയിലാകുന്നതിനാണ് ഈ ഗ്രഹണം എന്ന് പറയുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. വലമ്മാ കസഫത്ത് ശംസു ഖറജ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദി മുസ്രിഅൻ ഫസിഅൻ യജുറു റിദാഅഹു, ഗ്രഹണമെങ്ങാനും സംഭവിച്ച ആ സമയത്ത്, ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് വളരെ വേഗത്തിൽ ധൃതി പിടിച്ച് ഭയപ്പാടോടുകൂടി വസ്ത്രം, ആ വേഗത്തിൽ പോരുന്ന ആ ധൃതി കാരണത്താൽ റിദാ, തന്റെ മേൽവസ്ത്രം അത് താഴത്തുകൂടി വലിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, ആ ധൃതിയിൽ അത്ര പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് വരാറുണ്ടായിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൃഷ്ടാന്തങ്ങളായി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് സൂര്യൻ, ചന്ദ്രൻ, രാവു, പകൽ, അതുപോലുള്ള കാര്യങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ശരിക്കും ആലോചിക്കേണ്ട ദൃഷ്ടാന്തങ്ങളാണത്. കാരണം അല്ലാഹു തആല തന്നെ ആലോചിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ആകാശഭൂമിയിലെ സൃഷ്ടിപ്പുകളും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലൊക്കെ നല്ല ആലോചിക്കാൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ ഈ സൂര്യൻ ചന്ദ്രനൊക്കെ ഇന്നിപ്പോ സൂര്യൻ അസ്തമിച്ചു, നാളെ സൂര്യൻ ഉദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുന്നത്. നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നാളെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ അലാറം വെക്കുന്ന നാളെ സൂര്യൻ ഉദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നനാവട്ടെ, ഏറ്റവും വലിയ അധികാരമുള്ളവനാവട്ടെ, ഏറ്റവും വലിയ സൈന്യമുള്ളവനാവട്ടെ, ആർക്കെങ്കിലും അതിന്റെ മേലെ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യരും ആ വിഷയത്തിൽ ദുർബലരാണ്. അല്ലെങ്കിൽ ഒരു പകല് വന്നു, വൈകുന്നേരമാകും, സൂര്യൻ അസ്തമിക്കും, എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. എന്നാൽ ആ സൂര്യൻ അസ്തമിക്കാതിരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു മനുഷ്യനും ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു തീരുമാനാധികാരവും ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്തായിട്ടുള്ള അടയാളങ്ങളാണ് സൂര്യൻ, ചന്ദ്രൻ എന്നുള്ളത്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടാറുണ്ടായിരുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന താക്കീതുകളാണ് അവന്റെ ഈ ഭൂമി ലോകത്ത് അവനുണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഇപ്പൊ ഓരോ നമ്മള് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്ന ഏതൊരു കാര്യമാവട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ്, താക്കീതുകളാണ്. മനുഷ്യന്റെ കയ്യിലല്ല ഈ ലോകത്തിന്റെ നിയന്ത്രണം. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്, അവനോട് ചില ബാധ്യതകളുണ്ട് എന്നറിയിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ കാര്യങ്ങളും. അതിൽ പെട്ടതാണ് ഈ ഗ്രഹണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഈ ഗ്രഹണം ബാധിക്കുന്ന സന്ദർഭത്തിൽ ഭയപ്പെട്ടുകൊണ്ട് മസ്ജിദിലേക്ക് പെട്ടെന്ന് വരാറുണ്ടായിരുന്നു. കാരണം പെട്ടെന്നായിരിക്കും അള്ളാഹു എന്നുള്ള ശിക്ഷയോ അന്ത്യനാളോ സംഭവിക്കുക എന്നുള്ളത്. അള്ളാഹു തആല സൂറത്തുൽ അറാഫിൽ പറഞ്ഞു നോക്കൂ, ലാ തഅതീകും ഇല്ലാ ബഗ്തതൻ, പെട്ടെന്നായിരിക്കും നിങ്ങളിലേക്ക് അന്ത്യനാൾ വന്നെത്തുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിലായിരിക്കും. പലപ്പോഴും നമ്മൾ അന്ത്യനാളിന്റെ അടയാളങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും, ഇനി കുറെ കാലം ഉണ്ടല്ലോ, ദജ്ജാൽ വരണം, ഈസാ നബി അലൈഹി സ്വലാം വരണം, ഇമാം മഹ്ദി വരണം, അങ്ങനെ എന്തെല്ലോ കാര്യങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ലോകം അവസാനിക്കുള്ളൂ. അപ്പോഴേക്കൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ലോകം അവസാനിക്കുന്നതിനൊക്കെ തയ്യാറെടുക്കാൻ പറ്റും. ഒരിക്കലുമില്ല. അതൊക്കെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന ഒരു കാര്യം പോലെ കഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഒന്നും നമുക്ക് ചിന്തിക്കാനോ അതിനുവേണ്ടി ഒരുങ്ങാനോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ആ സംഭവം. അന്ത്യനാൾ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ശക്തമായ കാറ്റോ ശക്തമായ മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള കാര്യം വരുമ്പോഴേക്ക് അന്ത്യനാളാകുമോ എന്നുള്ള പേടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ച് ഭയപ്പെടണം? അപ്പോ ഇതുപോലെയുള്ള ഗ്രഹണങ്ങളും കാര്യങ്ങളും അള്ളാഹു നൽകുന്ന താക്കീതുകളാണ്. വകാന കുസൂഫുഹ
في أول النهار على مقدار رمحين أو ثلاثة من طلوعها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്തുണ്ടായിട്ടുള്ള ഗ്രഹണങ്ങൾ എന്ന് പറയുന്നത് പകലിന്റെ ആദ്യത്തിലായിരുന്നു. ഗ്രഹണപ്പോ സൂര്യഗ്രഹണം സൂര്യൻ ഉദിച്ച മുതൽ അസ്തമിക്കുന്നതിന് വരെ അതിനിടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിരുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒന്നോ രണ്ടോ ചാണ്ട് അഥവാ കുറഞ്ഞ നേരത്തിൽ തന്നെ സൂര്യൻ ഉയർന്നു കഴിഞ്ഞാൽ ആ സമയത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായ ഗ്രഹണം സംഭവിച്ചിട്ടുള്ളത്. ഫതഖദ്ദമ ഫസല്ല റക്അതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വരികയും ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു. ഖറഅ ഫിൽ ഊല ബിൽ ഫാത്തിഹതി വസൂറത്തിൻ തവീലത്തിൻ. ഒന്നാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയും അതുപോലെ തന്നെ ദീർഘിച്ച വലിയ സൂറത്തുകൾ തന്നെ ഓതാറുണ്ടായിരുന്നു. ചില ഹദീസുകളിൽ കാണാം സൂറത്തുൽ ബഖറയും മറ്റുമെല്ലാം ഓതാറുണ്ടായിരുന്നു. അഥവാ വലിയ സൂറത്തുകൾ ഓതാറുണ്ട്. വജഹറ ബിൽ ഖിറാഅത്തി. ഉറക്കെയാണ് ഈ ഗ്രഹണ നിസ്കാരത്തിൽ ഓതാറുള്ളത്. സുമ്മ റകഅ. എന്നിട്ട് റുക്കൂ ചെയ്യും. അപ്പോ ആദ്യം വന്നിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടി ജമാഅത്തായി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്താണ് നിസ്കരിച്ചത്. അതിന്റെ രൂപം ആദ്യത്തിൽ നിൽക്കും, തക്ബീർ പറഞ്ഞുകൊണ്ട് ഫാത്തിഹയും അതുപോലെ ദീർഘമായിട്ടുള്ള സൂറത്ത് പാരായണം ചെയ്യും. എന്നിട്ട് റുക്കൂ ചെയ്യും. ഫഅതാല റുക്കൂ. റുക്കൂവും അതുപോലെ വളരെ ദൈർഘ്യമേറിയിട്ടായിരുന്നു ഗ്രഹണ നിസ്കാരത്തിൽ റുക്കൂ ഉണ്ടായിരുന്നത്. ثم رفع. എന്നിട്ട് വീണ്ടും എഴുന്നേൽക്കും. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കും. പിന്നെ അവിടെ നിന്നിട്ട് എന്താ ചെയ്യാറ്? വഹ്വ ദൂനൽ ഫഅതാലൽ ഖിയാം. ഉയർന്നിട്ട് അവിടെ നിൽക്കും. വീണ്ടും ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്യും. അതായത് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്ത് റുക്കൂഇലേക്ക് പോകും. അവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫാത്തിഹ പാരായണം ചെയ്ത് വീണ്ടും സൂറത്ത് പാരായണം ചെയ്യും. ഫഅതാലൽ ഖിയാം വഹ്വ ദൂനൽ ഖിയാമിൽ അവ്വൽ. ആദ്യത്തെ നൃത്തത്തിന്റെ അത്ര അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും? രണ്ടാമത്തേതും പാരായണം ചെയ്യാറുണ്ട്. വഖാല ലമ്മ റഫഅ റഅസഹു സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു റബ്ബനാ ലക്കൽ ഹംദ്. ആ ഒന്നാമത്തെ റക്അത്തിൽ റുക്കൂഇന് ഉയർന്നു കഴിഞ്ഞാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടാണ് ഉയരാറുള്ളത്. സുമ്മ അഖദ ഫിൽ ഖിറാഅത്തി. വീണ്ടും ഖുർആൻ പാരായണം ചെയ്യും. അതായത് ഒന്നാമത്തെ റുക്കൂ കഴിഞ്ഞു, എഴുന്നേറ്റു, ഖുർആൻ പാരായണം ചെയ്യും. സുമ്മ റകഅ. വീണ്ടും റുക്കൂ ചെയ്യും. വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂ ചെയ്യും. ഫഅതാല റുകൂഅ വഹുവ ദൂന റുകൂഇൽ അവ്വൽ. വീണ്ടും റുക്കൂ സുദീർഘമായി റുക്കൂ ചെയ്യും. എന്നാൽ ഒന്നാമത്തേതിന്റെ അത്ര ഉണ്ടാവില്ല, കുറച്ച് കുറഞ്ഞ രീതിയിൽ. സുമ്മ സജദ. വീണ്ടും എഴുന്നേൽക്കും. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദു പറഞ്ഞ് എഴുന്നേറ്റ് സാധാരണ നിസ്കാരത്തിലെ പോലെ ഇഅ്തിദാൽ എഴുന്നേറ്റ് സുജൂദിലേക്ക് പോകും. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ എന്താ ചെയ്തത്? ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലി ഖുർആൻ പാരായണം ഫാത്തിഹ പാരായണം ചെയ്ത് ദീർഘമേറിയ ഖുർആൻ പാരായണം ചെയ്തു. പിന്നെ റുക്കൂഇലേക്ക് പോയി. അവിടെ കുറെ നേരം റുക്കൂ ദീർഘമായി നിന്നു. സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ഇഅ്തിദാലിൽ നിന്നു. അവിടുന്ന് വീണ്ടും ഫാത്തിഹ പാരായണം ചെയ്ത് സൂറത്ത് പാരായണം ചെയ്തു. എന്നാൽ ആദ്യത്തേതിനേക്കാൾ കുറച്ച് കുറഞ്ഞ രൂപത്തിൽ. വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂ നിർവഹിച്ചു. ആദ്യത്തേതിനേക്കാൾ കുറഞ്ഞ രൂപത്തിൽ റുക്കൂ ചെയ്തു. വീണ്ടും സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. പിന്നെ എന്ത് ചെയ്തു? സുജൂദിലേക്ക് പോയി. അപ്പൊ ഒന്നാമത്തെ റക്അത്ത് സുജൂദിലേക്ക് പോയി. ഫഅതാല സുജൂദ്. സുജൂദും അതുപോലെ തന്നെ ദീർഘിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. ثم فعل في الثانية ما فعل في الأولى. ഒന്നാമത്തേതിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലും വീണ്ടും ചെയ്യും. ഫസ്തക്മല ഫി റക്അത്തൈൻ. അങ്ങനെ 2 റക്അത്ത് പൂർത്തിയാക്കും. 4 റുകൂഅത്ത്. എത്ര റുകൂകൾ ഉണ്ടായി അതിൽ? 4 റുകൂകൾ. വ 4 സജദാത്ത്. 4 സുജൂദുകളും. സാധാരണ 2 റക്അത്തിൽ എത്ര റുക്കൂ ഉണ്ടാവുക? 2 റുക്കൂ ഉണ്ടാവുക. പക്ഷേ ഗ്രഹണ നിസ്കാരത്തിൽ 4 റുക്കൂകളും അതുപോലെ സാധാരണ നിസ്കാരം പോലെ 4 സുജൂദുകളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രഹണ നിസ്കാരത്തിന്റെ രൂപം. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ 1-2 തവണ ലഭിച്ചു. ഗ്രഹണ നിസ്കാരം പൊതുവെ പിന്നെ അത്ര അധികമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ അത് ലഭിക്കുമ്പോൾ അതിന്റെ രൂപം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ورأى صلى الله عليه وسلم في صلاته تلك الجنة والنار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗ്ഗവും നരകവും കാണിച്ചു കൊടുത്തു. വഹമ്മ അൻ യഖുദ ഉൻഖൂദൻ മിനൽ ജന്നതി
ഫയുരിയഹും ഇയ്യാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഒരു പഴക്കുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അത് എടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടു. വറഅ അഹ്ലൽ അദാബി ഫിന്നാർ, നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെയും നിസ്കാരത്തിൽ കാണിച്ചു കൊടുത്തു. അതായത് ഗ്രഹണസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണസ്കാര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് മുന്നോട്ടും ഒന്ന് പിന്നോട്ടും പോവുകയുണ്ടായി. ആ മുന്നോട്ട് പോയത് സ്വർഗം കാണിച്ചു കൊടുത്ത സമയത്ത് അതിലെ ഒരു പഴക്കുല കാണിച്ചപ്പോൾ അത് പിടിക്കാൻ വേണ്ടി അതിനോടുള്ള ആഗ്രഹത്താൽ മുന്നോട്ട് പോയതാണ്. നരകം കാണിച്ചപ്പോൾ അതിലെ ആളുകളെ ശിക്ഷ കാണിച്ചപ്പോൾ പിന്നോട്ട് അലിയുകയും ചെയ്തു. എന്നിട്ട് ആ നിസ്കാരത്തിൽ നരകം കാണിച്ചപ്പോൾ അത് അനുഭവിച്ച ചില ആളുകളുടെ ശിക്ഷയെ പറ്റി കാണിച്ചു കൊടുത്തു. അതിലൊന്നാണ് ഫറഅ, അവിടുന്ന് കണ്ടു, ഇംറഅതൻ തഖ്ദിശുഹാ ഹിർറത്തുൻ റബതത്ഹാ ഹത്താ മാതത് ജൂഅൻ വഅതശൻ, ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കേണ്ടായി നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ച അതിനെ മാന്തി പൊളിക്കുന്നതാണ് ശിക്ഷയായിട്ട് കണ്ടത്. ആ സ്ത്രീയെ ഒരു പൂച്ച മാന്തി പൊളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ്, ശിക്ഷ അനുഭവിക്കുന്ന പെണ്ണ് ഒരു പൂച്ചയെ ഈ ലോകത്ത് വെച്ച് ജീവിച്ചിരുന്ന കാലത്ത് കെട്ടിയിടുകയും അതിന് ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ അത് സ്വന്തമായി അത് അന്വേഷിക്കാനുള്ള അവസരവും കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ അത് ചത്തുപോവുകയുണ്ടായി. അത് കാരണത്താൽ നരകത്തിൽ അതിന് ലഭിച്ച ശിക്ഷയാണത്. അപ്പോൾ മൃഗങ്ങളെ ഒന്നെങ്കിൽ അതിന് ഭക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിനെ തുറന്നു വിടണം. അതല്ലെങ്കിൽ നമ്മൾ കൂട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വളർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേലുള്ള ബാധ്യത എന്താണ്? അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും നമ്മൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മേലെ അതിന്റെ കുറ്റമുണ്ടാവും. അതുപോലെ മറ്റൊരു ശിക്ഷ കണ്ടത് അംർ ഇബ്നു മാലിക് യജുറു അംആഅഹു ഫിന്നാർ, അംർ ഇബ്നു മാലിക് എന്ന വ്യക്തിയെ കാണുകയുണ്ടായി. ആ വ്യക്തി വയറെല്ലാം പുറത്തേക്ക് ഇട്ട്, കുടൽമാലകൾ പുറത്തേക്ക് ഇട്ട് അതിനെ വലിച്ചു നടക്കുന്ന ഒരു അവസ്ഥയിൽ. വകാന അവ്വല മൻ ഗയ്യറ ദീന ഇബ്രാഹിം അലൈഹിസ്സലാം, ജസീറത്തുൽ അറബിലെ ഭരണാധികാരിയായിരുന്നു ഈ അംർ ഇബ്നു മാലിക്. ആ അംർ ഇബ്നു മാലിക് ഷാമിൽ നിന്ന് വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദീനനുസരിച്ച് പോന്നിരുന്ന ഒരു സമൂഹത്തെ ആദ്യമായി ഷിർക്കിന്റെ ആ വഴിയിലേക്ക് തെറ്റിച്ചത് ആ വ്യക്തിയാണ്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ആ ശിക്ഷ ഉണ്ടായിരുന്നു. വറഅ ഫീഹാ സാരിക്കൽ ഹാജി യുഅദ്ദബു, അതുപോലെ തന്നെ ഹാജിമാരുടെ ചരക്കുകൾ കട്ടെടുക്കുന്ന ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഒരു ആൾ, ഹാജിമാരുടെ ചരക്ക് കട്ടെടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ഒരു വടി ഉണ്ടാവും, കുത്തിപ്പിടിക്കുന്ന വടി, കൊളുത്തുള്ളത്. അപ്പൊ അയാൾ ആ വടി വലിച്ചിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ആ നടക്കുമ്പോ ഹാജിമാരുടെ എന്തെങ്കിലും ഒരു ചരക്ക് കട്ടെടുക്കുക എന്ന ഉദ്ദേശത്തിൽ അതിലും കൂടി ഇട്ടിട്ടാണ് വലിച്ചുകൊണ്ടുപോവുക. ആളുകളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ കണ്ടില്ല, ഞാൻ അറിയാതെ വലിച്ചുകൊണ്ടായതാന്ന് പറയും. കണ്ടിട്ടില്ല എങ്കിൽ അയാളത് കട്ടെടുത്ത് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ശിക്ഷിക്കപ്പെടുന്നതും നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഫറവൽ ഇമാം അഹ്മദ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സല്ലമ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, ഈ ഗ്രഹണ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി കഴിഞ്ഞാൽ ഹമിദല്ലാഹു വ അസ്നാ അലൈഹി വശഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നഹു അബ്ദുഹു വ റസൂലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും അതുപോലെ തന്നെ ഷഹാദത്ത് ചെയ്യുകയും തശഹുദ് നടത്തുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് ചെയ്യുകയും ചെയ്യും. തുമ്മ ഖാല, എന്നിട്ട് പറയാറുണ്ട്, എന്നിട്ടൊരു സംസാരം നിർവഹിച്ചിരുന്നു. ആ സംസാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉൻഷിദുക്കും ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൽ തഅലമൂന അന്നി ഖസ്സർതു ഫീ ഷൈഇൻ മിൻ തബ്ലീഗ് റിസാലാത്തി റബ്ബി, നിങ്ങൾക്കറിയുമോ അള്ളാഹുവിന്റെ റിസാലത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിൽ ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയതായിട്ട്. ലമ്മാ അഖ്ബർതുമൂനി ബിദാലിക്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കാതിരിക്കുന്നുണ്ടോ? ഫഖാമ റജുലുൻ, അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഫഖാല നഷ്ഹദു, ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിക്കുന്നു, അന്നക ഖദ് ബല്ലഗ്ത റിസാലാത്തി റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ റിസാലത്ത് എത്തിച്ചിട്ടുണ്ട്. വനസഹ്ത ലി ഉമ്മത്തിക്, തങ്ങളുടെ ഉമ്മത്തിന് നസീഹത്തോടുകൂടി അത് നിർവഹിച്ചിട്ടുണ്ട്. വഖളൈത അല്ലദി അലൈക്, നിങ്ങളുടെ മേലെയുള്ള ബാധ്യത നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞു. സുമ്മ ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, അമ്മാ ബഅദ്, ശേഷം പറയുന്നു,
فإن رجالا يزعمون أن كسوف هذه الشمس وكسوف هذا القمر ചില ആളുകൾ പറയുന്നുണ്ട് ഈ സൂര്യനും ചന്ദ്രനും ബാധിക്കുന്ന ഈ ഗ്രഹണം എന്നത് വസവാല ഹാദിഹി നുജൂമ അൻ മതാലിഇഹ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രം അതിന്റെ സ്ഥാനത്ത്, ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പഠനങ്ങൾ അറിയുന്ന ആളുകളുണ്ട്, അത് ഇന്ന സ്ഥലത്താണ് ഉദിക്കുക എന്നൊക്കെ, എന്നാൽ അത് മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ലിമൗതി റിജാലിൻ ഉളമാ മിൻ അഹ്ലിൽ അർദ്, ചിലർ പറയാറുണ്ട് അത് ഭൂമിയിൽ ഏതോ വലിയ ആള് മരിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് ഗ്രഹണം ഉണ്ടായപ്പോൾ ഇതുകൊണ്ടാണ് ഉണ്ടായത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. വഇന്നഹും ഖദ് കദ്ദബു, അത് കളവാണ്. വലാകിന്നഹ ആയാതും മിൻ ആയാതില്ലാഹി തബാറക വതആല, പക്ഷേ ഈ ഗ്രഹണങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ്. യഅ്തബിറു ബിഹാ ഇബാദുഹു, അടിമകൾ അതുകൊണ്ട് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി. ഫയൻദുറു മൻ യുഹ്ദിസു മിൻഹും തൗബതൻ, അള്ളാഹുവിനെ നോക്കിക്കാണാൻ വേണ്ടി ആരാണ് ഈ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ കണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് എന്ന് കാണാൻ വേണ്ടി. നമ്മൾ ഈ ദുനിയാവിലെ ഇതുപോലെയുള്ള ഇപ്പൊ വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ കാറ്റോ ചുഴലിക്കാറ്റോ ഭൂമിക്കുലുക്കോ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് വതൂബു ഇലൈഹി, അല്ലാഹ് ഞാൻ തൗബ ചെയ്ത് മടങ്ങും. കാരണം ആരാണ് തൗബ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവാണ് ലഖദ് റഅയ്തു മുൻദു ഖുംതു ഉസല്ലി മാ അൻതും ലാഖൂഹു മിൻ അംരി ദുനിയാകും വആഖിറതികും വഇന്നഹു വല്ലാഹു അഅലം, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദുനിയാവിയായതും പരലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു ലാ തഖൂമുസ്സാഅ ഹത്താ യഖ്റുജ 30 കദ്ദാബൻ, അന്ത്യനാൾ സംഭവിക്കുകയില്ല 30 കള്ളവാദികൾ വരാതെ, റസൂലാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളവാദങ്ങൾ പറഞ്ഞ് 30 ആളുകൾ വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ആഖിറുഹും അൽഅ്വറുദ് ദജ്ജാൽ മംസൂഹുൽ ഐനിൽ യുസ്റാ, അവസാനമായി അതിൽ വരുന്നത് കള്ളനായിട്ടുള്ള ഒറ്റക്കണ്ണനായിട്ടുള്ള ദജ്ജാലാണ്. അവന്റെ ഇടത്തെ കണ്ണ് തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്, കണ്ണിന് കാഴ്ചയില്ല. കന്നഹ ഐനു അബി യഹ്യ ലിശൈഖിൻ ഹീനഇദ് മിനൽ അൻസാർ വബൈനഹു വബൈന ഹുജ്റതി ആയിഷ, അത് അബൂ യഹ്യ എന്ന പേരുള്ള അൻസാരികൾപ്പെട്ട വൃദ്ധനായ ഒരാൾ, അയാൾക്ക് കണ്ണ് കാണില്ല. ആ കണ്ണ് പോലെയാണ് ദജ്ജാലിന്റെ ഇടത്തെ കണ്ണുണ്ടാവുക എന്ന് പറഞ്ഞു. അയാൾ താമസിച്ചിരുന്നത് ആയിഷ ബിയുടെ ഹുജറയുടെ കുറച്ച് അടുത്തായിരുന്നു. വഇന്നഹു മതാ യഖ്റുജു, എപ്പോഴാണോ പിന്നെ ദജ്ജാൽ പുറപ്പെടുന്നത് അപ്പോൾ അവൻ പറയും ഫസൗഫ യസ്ഉമു അന്നഹു അല്ലാഹ്, അവൻ വാദിക്കും അവനാണ് അള്ളാഹു എന്ന്. ഫമൻ ആമന ബിഹി, ആരാണോ അവനിൽ വിശ്വസിക്കുന്നത്, വസദ്ദഖഹു, അവനെ സത്യപ്പെടുത്തുന്നത്, വത്തബഅഹു, അവനെ പിൻപറ്റുന്നത്, ലം യൻഫഉഹു സാലിഹു മിൻ അമലിഹി സലഫ്, അവൻ മുൻ ചെയ്ത ഒരു കർമ്മവും അവന് പിന്നെ ഉപകരിക്കുകയില്ല ദജ്ജാലിനെ സത്യപ്പെടുത്തിയാൽ. വമൻ കഫറ ബിഹി, ആരാണോ അവനെ നിഷേധിക്കുന്നത്, വകദ്ദബഹു, അവനെ കളവാക്കുന്നത്, ലം യുആഖബ് ബിശൈഇ മിൻ അമലിഹി സലഫ്, അവന് മുൻകഴിഞ്ഞ പോയ പാപങ്ങളുടെ മേൽ ഒരു ശിക്ഷയും ലഭിക്കേണ്ടി വരില്ല. കാരണം ദജ്ജാലിന് നിൽക്കുമ്പോൾ ദജ്ജാല് കള്ളനാണ് കാഫിറാണ് എന്ന് സത്യപ്പെടുത്തും മുഅ്മിനീങ്ങൾക്ക് സാധിക്കുള്ളൂ. മുഅ്മിനീങ്ങളുടെ ആ പാപങ്ങൾ പൊറുക്കപ്പെടും. വഇന്നഹു സയബ്ഹറു അലൽ അർളി കുല്ലിഹാ ഇല്ലൽ ഹറം, ഭൂമിയിൽ വബൈത്തുൽ മഖ്ദിസ്, ഭൂമിയിൽ അവൻ എല്ലാ സ്ഥലത്തും പ്രവേശിക്കും, 2 ഹറമുകൾ അതൊഴികെ, അതുപോലെ ബൈത്തുൽ മഖ്ദിസ് ഒഴികെ. വഇന്നഹു യഹ്സുറുൽ മുഅ്മിനീന ഫി ബൈത്തുൽ മഖ്ദിസ്, മുഅ്മിനീങ്ങളെ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ തടവിലാക്കി വെക്കും, അഥവാ അതിനു ചുറ്റുമായി നിൽക്കും, അവരെ തടഞ്ഞു വെക്കുന്ന അവസ്ഥയിൽ. ഫയുസൽസലൂന സിൽസാലൻ ശദീദ, ഭയങ്കരമായ രീതിയിൽ അവരെ പേടിപ്പിക്കുന്ന അവസ്ഥയിൽ. ثم يهلكه الله عز وجل وجنوده, പിന്നീട് അല്ലാഹു തആല ദജ്ജാലിനെയും അവന്റെ സൈന്യത്തെയും നശിപ്പിക്കും. حتى ان جذم الحائط او قال اصل الحائط واصل الشجره لينادي, അങ്ങനെ മുഅ്മിനീങ്ങൾ വിജയിക്കുന്ന സമയത്ത് കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ താഴ്ഭാഗത്ത് നിന്നും പിന്നെ ഈ ദജ്ജാലിന്റെ കൂടെ എപ്പോഴും അധികം ഉണ്ടാവുന്ന ആളുകൾ ആരാണ്? ജൂതന്മാരായിരിക്കും. മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത്, ജൂതന്മാർ മറുഭാഗത്ത്, അങ്ങനെയാണ് ദജ്ജാലിന്റെ കൂടെ വരുമ്പോൾ യുദ്ധം ഉണ്ടാവുക. അങ്ങനെ യുദ്ധ സമയത്ത് ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് പറയാൻ തുടങ്ങും യാ മുസ്ലിം, എ മുസ്ലിം, യാ മുഅ്മിൻ, എ മുഅ്മിൻ, ഹാദാ യഹൂദിയുൻ ഔ ഖാല ഹാദാ കാഫിറുൻ, ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട് അല്ലെങ്കിൽ ഒരു കാഫിറുണ്ട്, ഫതആൽ ഫഖ്തുൽഹു, നീ വന്ന് അവനെ കൊല്ല് എന്ന് വിളിച്ചു പറയുന്ന അവസ്ഥ ഉണ്ടാകും. എല്ലാ മരങ്ങളും അതുപോലെ തന്നെ കല്ലുകളെല്ലാം മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന അവസ്ഥയുണ്ടാവും. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൻ യകൂന ദാലിക ഹത്താ തറൗ ഉമൂറൻ യതഫാഖമു ബൈനകും,
ഈ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതിനു മുമ്പ് നിങ്ങൾ വളരെ ഭയാനകമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള പല കാര്യങ്ങളും കാണാതെ ഷഅ്നുഹാഫി അംഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെ അപകടകരമായി തോന്നുന്ന കാര്യങ്ങൾ, വതസാഅലൂന ബൈനക്കും, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പരസ്പരം ചോദിക്കും, ഹൽ കാന നബിയ്യുക്കും ദകറ ലക്കും മിൻഹാ ദിക്റൻ, നിങ്ങളുടെ നബി ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നബി എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് പരസ്പരം ചോദിക്കും. വഹത്താ തസൂല ജിബാലുൻ അൻ മറാതിബിഹാ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. സുമ്മ അലാ അസരി ദാലികൽ ഖബ്ദ്, അങ്ങനെ അവസാനത്തിൽ എല്ലാവരെയും റൂഹെടുക്കുന്ന ലോകാവസാനം സംഭവിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഈ കുസൂഫും ഹുസൂഫൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബ നിർവഹിക്കാറുണ്ട്. അതിലധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കാറുണ്ടായിരുന്നത് അന്ത്യനാളിനെ പറ്റിയിട്ടാണ്. കാരണം ഈ സൂര്യന് മാറ്റം വരുന്നതും ചന്ദ്രന് മാറ്റം വരുന്നതും ഒക്കെ എപ്പോഴാണ്? അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ ചന്ദ്രനും ഒന്നാകുന്നതും, അതുപോലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതും, അതുപോലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുസൂഫിന്റെയും ഹുസൂഫിന്റെയും സമയത്ത് ആ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരുന്നത്. ഈദിന്റെ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഈദിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദുൽ അദ്ഹയിൽ ബലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഈദുൽ ഫിത്തറിലാണെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അപ്പൊ എന്താണോ സന്ദർഭം, അതിനോട് യോജിച്ച കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബകൾ ഉണ്ടായിരുന്നത്. അപ്പൊ കുസൂഫിന്റെയും ഹുസൂഫിന്റെയും സമയത്ത് അന്ത്യനാളും ലോകാവസാനവും പരലോകവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു. വഖദ് റുവിയ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സല്ലഹാ കുല്ലു റക്അത്തിൻ ബിസലാസത്തി റുകൂഅത്തിൻ ഔ അർബഅത്തി റുകൂഅത്ത്. ചില റിവായത്തുകൾ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണസ്കാരത്തിൽ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, 2 റുക്കൂ എന്നല്ലേ, 3 റുക്കൂ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 4 റുക്കൂ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഒറ്റ റക്അത്തിൽ തന്നെ 2 അല്ല 3, 4 എന്ന എണ്ണത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഔ കുല്ലു റക്അത്തിൻ ബി റുകൂഇൻ വാഹിദിൻ, അല്ലെങ്കിൽ ഒരു റുക്കൂ മാത്രം ചെയ്ത് വന്നിട്ടുണ്ട് എന്നും വന്നിട്ടുണ്ട്. വലാകിൻ കിബാറുൽ അഇമ്മ ലാ യുസഹിഹൂന ദാലിക്, എന്നാൽ ഇമാമിങ്ങളിൽ ഉന്നതരായിട്ടുള്ള വലിയ പണ്ഡിതന്മാർ അതിനൊന്നും സഹിയായി പറഞ്ഞിട്ടില്ല. വയറൗനഹു ഗലതൻ, അതൊക്കെ തെറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇൽമിയായ ഒരു ചർച്ച ചെയ്ത ഫലം മാത്രമാണ്. അതായത് ഈ കിതാബ് പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയൊരു ചർച്ചയുടെ റിസൾട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ചില ചർച്ചകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 2 റുക്കുവാണ് ഒരു റക്അത്തിൽ ചെയ്യേണ്ടത്. وأمر صلى الله عليه وسلم في الكسوف بذكر الله والصلاة والدعاء والصدقة والعتاقة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗ്രഹണസ്കാരത്തിൽ അതുപോലെ കൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ കൽപ്പിക്കാറുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദുആവുമായി ബന്ധപ്പെട്ട് സ്വതക്ക ചെയ്യാൻ, അടിമകളെ മോചിപ്പിക്കാൻ, അതുപോലെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്താറുണ്ട്. ഇസ്തിഗ്ഫാറും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്വലാത്തുൽ കുസൂഫ് അല്ലെങ്കിൽ ഖുസൂഫുമായി ബന്ധപ്പെട്ടിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഫസ്ല് ഇസ്തിസ്ഖാ ആണ്, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അവ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.